ഹലോ ഫ്രണ്ട്സ്, എക്സൽ ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽസ് എന്ന ചാനലിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഒരു ടേബിൾ ഉള്ള സെൽസ് അതിലുള്ള ഡാറ്റ എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. ഒരു സെല്ലിലെ ഡാറ്റ എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതിന് എക്സാമ്പിളായിട്ട് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന ഈ ഒരു ടേബിളാണ്. ഈ ടേബിൾ ഹെഡേഴ്സ് ഉണ്ട്, നെയിം, ലൊക്കേഷൻ, ഏജ്, ജോബ്, ഇത്രയും ഹെഡറുകളുണ്ട്. അതിന് താഴെ കറസ്പോണ്ടിങ് ആയിട്ട് ഡാറ്റയുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാമെങ്കിൽ ഈ ഏജ് എന്നുള്ള ആ ഒരു ഹെഡറിൻ്റെ താഴെയുള്ളെല്ലാം ഹിഡൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ബ്ലാങ്ക് ആയിട്ട് എടുക്കുന്നത്. പക്ഷേ അതിനകത്ത് ഡാറ്റ ശരിക്കും ഉണ്ട്. അത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഏജിൻ്റെ താഴെ മാർക്ക് പനാജി, അതിൻ്റെ ആ ഏജിൻ്റെ കറസ്പോണ്ടിങ് സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമെങ്കിൽ നമുക്ക് ഡാറ്റ അവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് താഴെയുള്ള സെല്ലുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമെങ്കിലും ഡാറ്റ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മളിത് പല കാരണങ്ങളും ഇത് ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ്. ചില പർട്ടിക്കുലർ സെക്ഷൻ ഓഫ് ആൾക്കാർ കാണണ്ട എന്നുള്ള, ഇപ്പം നമ്മൾ പ്രസൻറ്റേഷൻ നടത്തുമ്പോൾ ഈ ഡാറ്റ ആരും കാണണ്ട എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം. പക്ഷേ ആക്ച്വലി ഡാറ്റ അവിടെ അതിനകത്തുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. ഇതെങ്ങനെയാണ് ചെയ്യുന്നതാണ് നമ്മളിന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം അത് എങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്കിത് കണ്ടുപിടിക്കാം. ഇപ്പം ഞാൻ ഒരു ടേബിൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എല്ലാ സെൽസും ഫിൽഡാണ്. ഓക്കെ, നെയിം, ലൊക്കേഷൻ, ഏജ്, ജോബ്, ഇതെല്ലാം അതിൻ്റെ കറസ്പോണ്ടിങ് എല്ലാ ഡാറ്റ മൊത്തം നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഒന്നും ഹിഡൻ ആയിട്ടില്ല. അപ്പോൾ ഇവിടെ മുമ്പേ ചെയ്ത പോലെ ഏജിൻ്റെ മാത്രം നമുക്ക് ഏജിൻ്റെ അണ്ടറിലുള്ള എല്ലാ ഡാറ്റയും നമുക്ക് ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കണം. അതെങ്ങനെയാണ് നമുക്ക് പഠിക്കാം. ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒന്നിൽ ഏത് സെല്ലാണോ ഹൈഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ സെല്ല് മാത്രം നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ഓഫ് സെൽസ് എടുക്കാം. നമുക്ക് ഇവിടെ മുതൽ ഇവിടം വരെ അല്ലേ എടുക്കണ്ടേ, ടോപ്പ് മുതൽ താഴെ വരെ. അത് D5 മുതൽ D16 വരെ. അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് വരും. അതിനകത്ത് ഫോർമാറ്റ് സെൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഫോർമാറ്റ് സെൽസ്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും. അതിനകത്ത് ജനറൽ, നമ്പർ, കറൻസി അങ്ങനെയൊക്കെ ഉണ്ട്. അതിനകത്ത് ഏറ്റവും താഴെ കസ്റ്റം എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. കസ്റ്റം എന്ന് കഴിഞ്ഞതിനകത്ത് ടൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണും. ടൈപ്പ്, അവിടെ ഒരു ടെക്സ്റ്റ് ഏരിയ ഉണ്ട്. അത് അവിടെ മൗസ് സെലക്ട് ചെയ്യുക. അവിടെ കിടക്കുന്ന ഡാറ്റ ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് ഞാൻ പറയുന്ന പോലെ 3 സെമിക്കോളൻ അറിയാമല്ലോ, 3 സെമിക്കോളൻ ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നത് ഞാനിത് 1, 2, 3 3 പ്രാവശ്യം സെമിക്കോളൻ ടൈപ്പ് ചെയ്യുക, 3 ടൈംസ്. ഓക്കെ, എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, ഏജിൻ്റെ താഴെയുള്ള എല്ലാ ഡാറ്റയും ഹിഡൻ ആയിട്ടിരിക്കുക. നമുക്ക് കാണണമെങ്കിൽ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ, ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ ഒരു സെല്ലിലെ ഡാറ്റ ഹൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ വരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി അടുത്ത പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ.